സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ വീഡിയോ കണ്ടപ്പോഴേ ഭയങ്കര സങ്കടം തോന്നി. അതിലേറെ എനിക്ക് സങ്കടം തോന്നിയത് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന ഒരു കമൻറ്റാണ്. ഒരു അമുസ്ലിം സഹോദരൻ ടൈപ്പ് ചെയ്ത് വെച്ചതാണ്, മുസ്ലിംകളായ ആളുകളാണ് ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളൊക്കെ കാണിക്കുക എന്നാണ്. എത്രമേൽ മോശമാണത് അല്ലേ? സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു പ്രയാസം ഉണ്ടായത് കണ്ടപ്പോൾ. ഒരു വേള നോക്കിക്കഴിഞ്ഞാൽ ശരിയല്ലേ, ഇതര മതസ്ഥരായ സഹോദരങ്ങളൊക്കെ വിവാഹത്തെ ഒരു വല്ലാതെ പരിഗണിക്കേണ്ട ഒരു ദൈവീകമായ സദസ്സായി അതിനെ കണ്ട് വല്ലാതെ ആദരിക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ടത് നമ്മളല്ലേ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, നിക്കാഹു മിൻ സുന്നത്തി, നിക്കാഹ് എൻ്റെ ചര്യയിൽപ്പെട്ടതാണ്. എൻ്റെ ചര്യ മുത്തുനബിയുടെ സുന്നത്താണത്. അപ്പോൾ ഇത് റസൂലുള്ളാഹിൻ്റെ സുന്നത്തിനെയാണ് ഞാൻ സമീപിക്കുന്നത്, ആ സുന്നത്തിനാണ് ഞാൻ പോണത്, ആ സുന്നത്തായ കാര്യത്തിലേക്കാണ് ഞാൻ കടന്നു ചെല്ലുന്നത് എന്നുള്ള ബോധം നമ്മുടെ ഉമ്മത്തിന് എവിടെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അല്ലേ? ആ ബോധം തിരിച്ചു വരണം കേട്ടോ. വല്ലാത്ത അപകടമാണത്. കാരണം ആ സുന്നത്തിനെ പരിഹസിക്കുന്ന ഏറ്റവും മോശമായ രീതിയല്ലേ പലയിടങ്ങളിലും കാണുന്നത്. ഇത് ഒരു സ്ഥലത്തെ കഥ മാത്രമല്ല ഞാനീ പറയുന്നത്, ഒരു സ്ഥലത്തെ കഥ മാത്രമൊന്നുമല്ല, പലയിടങ്ങളിലും എത്രമേൽ വലിയ പേക്കൂത്തുകൾ കല്യാണത്തിൻ്റെ പേരിൽ നടക്കുന്നുണ്ട്. മആദല്ലാ, എത്രയോ പണം അതിൻ്റെ പേരിൽ പൊടിച്ച് കളയുന്നുണ്ട് നമ്മൾ. കല്യാണത്തിൻ്റെ പേരിൽ നശിപ്പിക്കുന്ന അത്ര പണം മുസ്ലിം ഉമ്മത്ത് കൊണ്ടുപോയി ചിലവാക്കുന്നത് എവിടെയാ? തോന്നിവാസങ്ങൾക്കൊക്കെ നമ്മളിങ്ങനെ പണം നശിപ്പിച്ചിട്ട് അള്ളാൻ്റെ മുമ്പിൽ ഓരോ നാണയത്തുട്ടിനു വേണ്ടിയും കണക്ക് പറയുന്നൊരു ദിവസം വരാനില്ലേ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത്, പടച്ചോൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ ഇങ്ങനെ കളിയാക്കുമ്പോൾ ആ സദസ്സിലേക്ക് എങ്ങനെയാണ് റഹ്മത്തിൻ്റെ മാലാകമാർ വരിക? അവിടെ എങ്ങനെയാണ് റഹ്മത്തിൻ്റെ മാലാകമാർ വരിക? മലക്കുകൾ വട്ടം കൂടി ഇന്ന് ശപിക്കൂലേ? റസൂലുള്ളാഹിൻ്റെ സുന്നത്തിനെ കളിയാക്കുന്ന സദസ്സാണ് റബ്ബേ. അവരുടെ ജീവിതത്തിൽ വല്ല ബർക്കത്തും ഉണ്ടാവുമോ? നമ്മളിപ്പോൾ കല്യാണ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വധൂവരന്മാർക്ക് കൊടുക്കുന്നൊരു പ്രാർത്ഥന സമ്മാനമുണ്ട്. ബാറക്കല്ലാഹു ലക്കുമ വ ബാറക്ക അലൈക്കുമ വ ജമഅ അല്ലാഹു ബൈനക്കുമ ഫി ഖൈറെന്നാണ്. പടച്ചോനെ നീ ബർക്കത്ത് ചെയ്യണേ എന്നാണ്. എന്തുട്ടി ബർക്കത്ത് എന്ന് പറഞ്ഞാൽ, ഹാപ്പിനെസ് ഈസ് നോട്ട് പ്ലഷർ, ഹാപ്പിനെസ് ഈസ് പീസ്. സമാധാനമാണ് ബർക്കത്ത്. ഒരുപാട് ഉണ്ടാകലൊന്നുമല്ല. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ സന്തോഷവും സമാധാനവുമാണ്. അള്ളാഹു തന്നെ ഇറക്കിത്തരണം. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായതുകൊണ്ട് മാത്രമൊന്നും സമാധാനം വരൂല. അങ്ങനെ വരുമെന്ന് പറയുന്നത് ലോക ബ്ലണ്ടറുകളിൽപ്പെട്ടതാണ്. സമാധാനം വേണോ? അള്ളാഹ് ഇറക്കിത്തരണം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാ? അള്ളാൻ്റെ ഹബീബാണ്. ആ ഹബീബിൻ്റെ സുന്നത്തിനെ ഇതുപോലെ മലീമസമാക്കിയിട്ട് ആ സഹോദരൻ്റെയും സഹോദരിയുടെയും ജീവിതത്തിൽ എന്ത് ബറക്കത്തുണ്ടാവുക, എന്ത് ബറക്കത്തുണ്ടാവുക? കല്യാണത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് തന്നെ വളരെ മനോഹരമാണ്. സൂറത്തുർ റൂമിൽ കാണാം, ആ തുടക്കം തന്നെ വമിൻ ആയാത്തിഹി, പടച്ചോൻ്റെ ദൃഷ്ടാന്താണ്. ഒരു പടച്ചോനുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണേത് കല്യാണം എന്ന് പറയുന്നത്. അതിൽ പെട്ടതാണ്, പടച്ചോൻ്റെ അടയാളാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ കാലത്ത് ഏത് കല്യാണം കണ്ടാലും നമുക്ക് പടച്ചോൻ ഓർമ്മ വരേണ്ടത്? പടച്ചോൻ്റെ അടയാളം എന്ന് പറഞ്ഞാൽ എന്താ? ആ കല്യാണം കാണുമ്പോൾ പടച്ചോൻ ഓർമ്മ വരണം, അള്ളാൻ ഓർമ്മ വരണം. ഇന്നത്തെ കാലഘട്ടത്തിലെ ഏത് കല്യാണത്തിന് പോയിട്ട് നിങ്ങൾക്ക് അള്ളാൻ ഓർമ്മ വന്നിട്ടുണ്ട്? അള്ളാൻ ഓർമ്മ വന്നത് ഏത് കല്യാണമാണ്? ഈ പേക്കൂത്തും തോന്നിവാസമൊക്കെ കാണിച്ചിട്ട് അല്ലാഹ് സുബ്ഹാനക യാ റബ്ബ്, അത് കാണുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ കോപല്ലേ നമുക്ക് ഓർമ്മ വരുന്നത്. അള്ളാഹിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാകുന്ന ഏത് നിക്കാഹ് സദസ്സാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ വരുന്നത്? എന്നിട്ട് പടച്ചോൻ പറയുന്നൊരു വർച്ചാനുണ്ട്, അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ. ഇതുപോലെ പറഞ്ഞൊരു ഗ്രന്ഥവും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അത്രമേൽ മനോഹരമാണ്. എന്താ പറഞ്ഞത്? മനുഷ്യരായ നിനക്ക് മനുഷ്യനിൽ നിന്ന് അള്ള ഇണയെ പടച്ചു എന്നാണ്. മനുഷ്യനായ നിനക്ക് ഇണയെ പടച്ചു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അള്ള എടുത്തു പറയുന്നുണ്ട്, മനുഷ്യനായ നിനക്ക് മനുഷ്യനിൽ നിന്ന് ഇണയെ പടച്ചു. എന്തിനാ പടച്ചോനത് പറഞ്ഞതെന്നറിയോ? എന്തിനാ പറഞ്ഞത്? മോനെ, നീ കല്യാണം കഴിക്കുന്നത് നിന്നെപ്പോലൊരു മനുഷ്യനെയാണ് അല്ലേ? നിന്നെപ്പോലെ ചിരിക്കാനും നിന്നെപ്പോലെ കരയാനും വേണ്ടി വന്ന നിന്നെപ്പോലെ വാശി പിടിക്കാനും ഒക്കെ പറ്റുന്ന ഒരാളാണ് നിൻ്റെ പാർട്ട്ണർ എന്ന് തിരിച്ചറിയുമ്പോഴാണ് ആ ജീവിതം പടച്ചോൻ്റെ ദൃഷ്ടാന്താകുന്നത്. ആ തിരിച്ചറിവ് വേണം. ഏത് തിരിച്ചറിവ്? ഷീസ് നോട്ട് എ സ്ലേവ്. അവൾ നിൻ്റെ അടിമയല്ല, അവൻ നിൻ്റെ അടിമയല്ല, പടച്ചോൻ്റെ മാത്രം അടിമയാണ് ഇല്ലേ? ഇപ്പോൾ ഭർത്താവിനോട് ചോദിക്കുകയാണ്, ഭാര്യയുടെ ഉടമാരാണ്? അത് ഞാനാണ് ഭർത്താവ് എന്നാ പറയാ? അല്ലല്ല, ഭാര്യയുടെ ഉടമയും നിൻ്റെ ഉടമയും അള്ളാഹു മാത്രമാണ്. നിങ്ങൾ പരസ്പരം ഇണയും തുണയുമായി ജീവിക്കേണ്ടവരാണ്. പക്ഷേ അങ്ങനെ ഒരു തൗഫീക്ക് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആര് തരണം? അള്ളാഹ് തരണം. എന്നിട്ട് ശേഷം പറയുന്നത് എന്താ? ലിതസ്കുനു എന്നാണ്. ലിതസ്കുനു, നിനക്ക് സമാധാനം കിട്ടാനാണ് കല്യാണം. കല്യാണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ലൈഫിൽ ഒരു തവണ ഉണ്ടാവുള്ളൂ ഉസ്താദെ. എന്നോടൊരാൾ പറഞ്ഞതാണ്. ഞാൻ ചോദിച്ചു, മോനെ ഇങ്ങനെ ഈ പേക്കൂത്തൊക്കെ കാണിക്കണോടാ? അപ്പം എന്നോട് ഇതൊക്കെ ലൈഫിൽ ഒരു തവണ ഇല്ലേ? ഞാൻ ചോദിച്ചു, ഒരു തവണയാണെന്ന് എന്താ ഉറപ്പ്?
ഈ കല്യാണം ഇതുപോലെ നിലനിൽക്കും, ഈ ജീവിതം ഇതുപോലെ നിലനിൽക്കുമെന്ന് എന്താ ഉറപ്പ്? നമുക്ക് ഒരു തവണയുള്ളൂ എന്ന് ഉറപ്പ് പറയാൻ പറ്റിയ ഒരു സംഗതിയുള്ളൂ. അതെന്താ? നിൻ്റെ മരണം അതൊരു തവണ ഉണ്ടാവുള്ളൂ. അവിടെ നമുക്ക് പുതുമാപ്പിളയെ പോലെ മരിക്കണം. മനസ്സിലാവുണ്ടോ? അതിനർത്ഥം കല്യാണത്തിന് സന്തോഷം വേണ്ടാന്നൊന്നും അല്ല, സന്തോഷിക്കണം. ഇസ്ലാം നിഷ്കർഷിച്ച പരിധിക്കുള്ളിൽ നിന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് പോയി ഹറാമുകളുടെ കൂത്തരങ്ങായി മാറരുത്. അതാണ് ഖുർആൻ പറയുന്നത്, ലിതസ്കുനു ഇലൈഹ, സമാധാനം കിട്ടാനാണ് കല്യാണം. ഞാൻ ചോദിക്കട്ടെ, കല്യാണം കഴിഞ്ഞിട്ട് സമാധാനം കിട്ടിയ എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ? എന്നെ കേൾക്കുന്നവരിൽ എത്ര പേരുണ്ടാവും? എന്തേ സമാധാനം കിട്ടാതെ പോയി? കല്യാണം എന്ന സുന്നത്തിനെ പേക്കൂത്താക്കി മാറ്റി. അല്ലേ? അങ്ങനെ തന്നെയാണ്. സൈക്കോളജിസ്റ്റുകൾ ജീവിതത്തിൻ്റെ 2-3 ഘട്ടങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ഹണിമൂൺ പീരീഡാണ്, 2 സ്ട്രഗ്ലിംഗ് പീരീഡാണ്, 3 ഒരു ഫ്ലോ ആയിട്ടങ്ങ് പോകേണ്ട പീരീഡാണ്. ഹണിമൂൺ പീരീഡ് ഭയങ്കര രസമായിരിക്കും അല്ലേ? തെറ്റുപോലും തെറ്റായി നമുക്ക് തോന്നൂല. സ്ട്രഗ്ലിംഗ് പീരീഡിലേക്ക് വരുമ്പോൾ നമ്മൾ തെറ്റുകൾ തേടി കണ്ടുപിടിക്കുന്ന, തമ്മിലടിക്കാൻ കാത്തു നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. ആ കോലത്തിൽ അവസാനത്തേക്ക് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല. എന്നാൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ മക്കളെ. ജീവിതത്തിൻ്റെ തുടക്കം മുതൽ, വിവാഹ ജീവിതത്തിൻ്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ വഫാത്ത് വരെ സ്വർഗ്ഗതുല്യം ഹണിമൂൺ പീരീഡായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക്. എന്തേ? അള്ളാൻ്റെ ബറക്കത്തുണ്ടായി. നമുക്കെന്തേ അള്ളാൻ്റെ ബറക്കത്തില്ലാതെ പോയി? അവിടെ ഹറാമുകൾ കടന്നു വന്നു, പേക്കൂത്തുകൾ കടന്നു വന്നു. മക്കളുടെ സന്തോഷമല്ലേ നടക്കട്ടെ. മക്കൾ പറയുന്നതൊക്കെ നിങ്ങൾ അംഗീകരിക്കാനാണോ നിങ്ങൾ മാതാപിതാക്കളായത്? എത്രമേൽ മോശമാണ്. പള്ളി കമ്മിറ്റിയിൽപ്പെട്ട ആളുകൾ, പള്ളി പ്രസിഡന്റിൻ്റെ മകളുടെ കല്യാണം, വലിയ ഹാജിയരുടെ മക്കളുടെ കല്യാണം, എന്തോരം തോന്നിവാസങ്ങളാണ് ഈ കല്യാണത്തിൻ്റെ പേരിൽ നടക്കുന്നത്. മഅദല്ലാഹ്. ഉമ്മത്തിന് വഴി കാണിക്കേണ്ട ചില മുസ്ലിയാക്കന്മാരുടെ കല്യാണം വരെ ഈ കാലഘട്ടത്തിൽ തോന്നിവാസങ്ങളാൽ നിറഞ്ഞതല്ലേ. അള്ളാഹിനോട് കണക്ക് പറയേണ്ടി വരില്ലേ നമുക്ക്? ജീവിതത്തിൽ സമാധാനം വേണോ? ഉറപ്പിച്ചോ. കല്യാണത്തിന് പേക്കൂത്തുകൾ കാണിക്കുന്ന വധൂവരന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം അള്ളാഹ് തരുമോ? ഇനിയിപ്പോൾ ഇത് കേട്ടിട്ട് ഉസ്താദെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ പറ്റിപ്പോയി, ഒറ്റ നിമിഷം മതി, അസ്തഗ്ഫിറുല്ലാഹ്, മനസ്സറിഞ്ഞിട്ടാണ് പറയണമെങ്കിൽ പടച്ചോനെ പുറത്ത് തന്നെ അല്ലാ, നീ പൊറുക്കണേ അല്ലാ, നീ അല്ലാതെ ആരാ പൊറുക്കാനുള്ളത്? അവൻ കാരുണ്യവാനാണ്, അവനല്ലാതെ നമുക്ക് ആരാ പുറത്തു തരാനുള്ളത്? മനസ്സറിഞ്ഞ് അവനോട് പറഞ്ഞു, അവൻ പുറത്തു തരും. അത്രയുള്ളൂ നമ്മുടെ റബ്ബ്. പക്ഷേ അത് തെറ്റാണെന്ന് തോന്നാതെ അഹങ്കരിച്ച് നടക്കുന്നവരെ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല കേട്ടോ. കല്യാണം ഉറപ്പിച്ചോ, അന്നിക്കാഹ മിൻ സുന്നത്തി, റസൂലുള്ളാഹിൻ്റെ സുന്നത്താണ്. അത് പേക്കൂത്തുകളാക്കി മാറ്റാനുള്ളതല്ല കേട്ടോ. അള്ളാഹു ജീവിതത്തിൽ സന്തോഷ സൗഭാഗ്യങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആരും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഇങ്ങനെ തുള്ളിച്ചാടുന്ന ഈ ചെറുപ്പക്കാരികളാകട്ടെ, ഇതിനെക്കുറിച്ചൊന്നും അവബോധമില്ലാത്തവരാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാവർക്കും ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.